300 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ലോകവ്യാപകമായ ഒരു മിഷണറി മൂവ്മെന്റിന്റെ ആരംഭമായി തീർന്നു. 2000-3000 ആൾക്കാർ വെസ്റ്റ് ഇൻഡീസിന്റെ ഈ കരബിയൻ ഐലൻഡിൽ വെള്ളക്കാരുടെ അടിമകളായി വളരെ കഠിന സാഹചര്യത്തിൽ അവരായിരിക്കുന്നു. അവിടെയുള്ള ആൾക്കാർ സുവിശേഷം അറിഞ്ഞിട്ടില്ല എന്നൊരു വാർത്ത കിട്ടിയപ്പോൾ ചില യൗവനക്കാർ അവിടെ തന്നെ സമർപ്പിച്ചു. അവിടെ പോയി ആ തോട്ടങ്ങളിൽ, ആ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു അടിമയായാൽ മാത്രമേ അവർക്ക് അവിടെ പോകുവാൻ കഴിയുകയുള്ളൂ. ഒരു വലിയ ആത്മസന്ദർശനത്തിന്റെ മധ്യത്തിലേക്ക് ഒരു വിസിറ്റേഷൻ, ദൈവത്തിന്റെ ഒരു സന്ദർശനം, ഒരു വിസിറ്റേഷൻ, ഒരു ഉണർവിന്റെ കാറ്റ് അവിടെ അടിക്കുവാൻ അടിയായി തീർന്നു. ഓഗസ്റ്റ് 13, 1777 ഹേൺഹെഡ് ജർമ്മനിയിൽ ഒരു വലിയ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അതെ, 300 വർഷങ്ങൾക്ക് മുമ്പേ ഒരു വലിയ ആത്മപകർച്ച, a great outpouring happened in Herrnhut, Germany, which is called the Moravian Pentecost. Moravian Pentecost എന്നറിയപ്പെടുന്ന ഒരു വലിയ ഉണർവ്, ആത്മപകർച്ച ഹേൺഹെഡ് ജർമ്മനിയിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അത് 100 വർഷങ്ങൾ നിലനിൽക്കുന്ന, തുടർമാനമായി ഇടവേളകളില്ലാതെ കണ്ടിന്യൂസ് ആയി നോൺ സ്റ്റോപ്പ് ആയ ഒരു പ്രയർ മൂവ്മെന്റ് ആയി അത് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ ഒരു ലോകവ്യാപകമായ ഒരു മിഷണറി മൂവ്മെന്റിന് വേണ്ടി ഈ ഉണർവ് കാരണമായി തീർന്നു. This Moravian Pentecostal revival resulted in a non-stop 100-year prayer movement, and also that resulted in a worldwide apostolic missionary movement. ദൈവം ഈ ഉണർവിന് വേണ്ടി, ഈ ചലനത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൗണ്ട് നിക്കലസ് വോൺ സിൻസെൻഡോർഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെയാണ്. വളരെ യൗവനപ്രായത്തിൽ തന്നെ കർത്താവിനോടുള്ള വലിയ ഒരു ഭക്തിയും തന്റെ ഹൃദയത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി വലിയ താല്പര്യമുള്ള ഒരു യൗവനക്കാരനായിരുന്നു സിൻസെൻഡോർഫ്. വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നായിരുന്നു താൻ. അതുകൊണ്ട് തന്നെ ഒത്തിരി തോട്ടങ്ങളും സ്ഥലങ്ങളുമുള്ള ഈ മനുഷ്യൻ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ കരിയറിന്റെ ഉടമയായി തീർന്നു. പക്ഷെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ദൈവവേല ചെയ്യണം എന്ന വലിയ താല്പര്യം, ഹൃദയത്തിൽ ആ വലിയ പാഷൻ കൊണ്ടു നടന്ന ഒരു യൗവനക്കാരൻ. 1722 ക്രിസ്ത്യൻ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പീഡനത്തിൽ കൂടെ ജോൺ ഹസിന്റെ അനുയായിയായി. ജോൺ ഹസ് 1400-കളിൽ കാത്തലിക് റിഫോർമേഷനിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനാണ്. കാത്തലിക് ചർച്ചിന്റെ ഉപദേശങ്ങളിൽ, കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ, അപ്പോൾ തന്നെ സാധാരണ ആൾക്കാർക്ക് സ്വന്തം ലാംഗ്വേജിൽ ബൈബിൾ വായിക്കണം എന്നുള്ള അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊണ്ടുവന്ന ഈ ജോൺ ഹസ് അന്ന് കാത്തലിക് ചർച്ചിൽ ഉണ്ടായിരുന്ന പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള മാർഗങ്ങൾ തെറ്റാണെന്നും, നീതീകരണത്തിൽ കൂടെ മാർട്ടിൻ ലൂതറിന്റെ കൂടെ തന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, രക്ഷയ്ക്ക് വേണ്ടി നാം വേറെ ഒന്നും ചെയ്യേണ്ട, കൽവറി ക്രൂശിൽ ക്രിസ്തു ചെയ്ത, യേശു ചെയ്ത ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതിൽ കൂടെ നാം രക്ഷിക്കപ്പെടും എന്ന് ഉപദേശിച്ച് ആ പഠനങ്ങൾ കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ജോൺ ഹസ്. പക്ഷെ തന്നെ ആ സമയത്ത് ആ സഭയിൽ അത് സ്വീകരിക്കാതെ 1415 ജോൺ ഹസിനെ ഒരു മരത്തിൽ കെട്ടി തന്നെ കത്തിച്ചു കളയുവാൻ, പീഡിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ജോൺ ഹസ് was martyred. He was burned at the stakes at 1415 because he pointed out that the teachings that was prevalent in the Catholic Church of reconciliation and justification was wrong. That like Martin Luther, he pointed out that the way to salvation was justification by faith and not by works. അന്ന് നിലനിന്ന പാപമോചനത്തിന് വേണ്ടിയുള്ള ആ ഒരു പാപമോചനത്തിന്റെ വഴികൾ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്ന ഉപദേശം അത് ശരിയല്ല എന്നും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പാപമോചനത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ ക്രിസ്തു ചെയ്തത് ആണ് അതിന്റെ ബേസിസ് എന്ന് പറയുവാനും പഠിപ്പിക്കുവാനും ഇടയായി തീർന്ന ജോൺ ഹസിനെ കൊല്ലുവാൻ, ഇങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ, കത്തിച്ചു കളയുവാൻ ഇടയായി തീർന്നു. ജോൺ ഹസിന്റെ അനുയായികൾ വലിയ പീഡനത്തിൽ കൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ബൊലീമിയ, ചെക്കസ്ലോവാക്യയിൽ ഉള്ള ഒരു കൂട്ടരായിരുന്നു. അവൾ പീഡനത്തിൽ കൂടെ കടന്നുപോയി തലമുറകളായി പല സ്ഥലത്തും ചെതറിപ്പോയ ഒരു കൂട്ടമാണ് മൊറേവിയൻസ് എന്ന് പറഞ്ഞ ബൊഹീമിയയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക്, വോൺ സിൻസെൻഡോർഫ് എന്ന് പറഞ്ഞ ഈ യൗവനക്കാരൻ താമസിച്ച ഈ സ്ഥലത്തേക്ക് ക്രിസ്ത്യൻ റിച്ചാർഡ് വന്ന് സിൻസെൻഡോർഫിനോട് ചോദിക്കുകയാണ്, സിൻസെൻഡോർഫ്, ഞങ്ങളുടെ ഒത്തിരി ജനം പലയിടത്തും ചെതറിക്കിടക്കുകയാണ്, താങ്കളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയായി, ഒരു കൂട്ടമായി താമസിക്കുവാൻ താങ്കൾ അനുവദിക്കുമോ? അങ്ങനെ 1722 വോൺ സിൻസെൻഡോർഫ് തന്റെ സ്ഥലം, തന്റെ പ്രോപ്പർട്ടി ഈ സഹോദരന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവരൊരു കൂട്ടമായി 200-300 ആൾക്കാർ ഒരുമിച്ച് പ്രോസിക്യൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ഈ സഹോദരന്മാർ ഒരുമിച്ച് കൂടി വന്ന് അവിടെ ഒരു കമ്മ്യൂണിറ്റിയായി, ഒരു ഫെലോഷിപ്പായി അവരവിടെ ജീവിക്കുവാൻ തുടങ്ങി. അവരവിടെ വന്നു, അവർ ആരംഭിച്ചു, കൂട്ടായ്മകൾ കൂടാൻ തുടങ്ങി. എങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ വലിയ ഭിന്നതകൾ, വലിയ എതിർപ്പുകൾ, അവിടെ ഉള്ളിൽ തന്നെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിള്ളലുകളും വഴക്കുകളും പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും വരുവാൻ ഇടയായിത്തീർന്നു. A lot of strife and confusion, disunity and a lot of infighting began to happen in the midst of this group of people who had settled in Count Zinzendorf's property. അവരുടെ ഇടയിൽ തന്നെ വലിയ സ്നേഹ
സ്നേഹമില്ലായ്മ, എതിർപ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ, അങ്ങനെയുള്ള ഒരു ആത്മീയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സിസൻഡോർഫ് ഇത് കണ്ടപ്പോൾ താൻ അവിടെയുള്ള ആൾക്കാരെ ഒരുമിച്ച് വിളിച്ച് അവരോട് കർത്താവിന്റെ ഹൃദയത്തെക്കുറിച്ചും കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ കുറവുകളെ അവരെ ചൂണ്ടിക്കാണിച്ചു മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. സിൻസെൻഡോർഫ് അതിന്റെ ഉത്തരവാദിത്തം തന്റെ മേൽ എടുത്ത് തന്റെ ഭവനത്തിൽ നിന്ന് വിട്ട് ഈ കൂട്ടരുടെ മധ്യത്തിൽ വന്ന് ഇവരെ ഒരുമിച്ച് വീണ്ടും മനസാന്തരത്തിലേക്കും കർത്താവിന്റെ സ്നേഹത്തിലേക്കും ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ താൻ പരിശ്രമിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഇങ്ങനെ ഒരുമിച്ച് സ്നേഹത്തോട് ഒരുമയോട് വഴക്കും കലഹങ്ങളും ഇല്ലാതെ ഒരുമിച്ച് താമസിക്കുവാൻ തീരുമാനമെടുക്കുന്നവർ ഇവിടെ താമസിക്കാം എന്നുള്ള രീതിയിൽ താൻ ഒരു തീരുമാനത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. കുറച്ചുപേര് അത് സ്വീകരിച്ചു, കുറച്ചുപേര് അത് വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. അതിന്റെ മധ്യത്തിൽ വീണ്ടും മാനസാന്തരത്തിലേക്കും പാപബോധത്തിലേക്കും സിൻസെൻഡോർഫ് പ്രസംഗിക്കുവാനും ഈ ജനത്തെ കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുവാൻ ഇടയായി തീർന്നു. ഓഗസ്റ്റ് 5, 1727 അവര് ഒരു രാത്രി മൊത്തം പ്രാർത്ഥിക്കുവാൻ, അനുതാപത്തോട് മാനസാന്തരത്തോട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ അവർ ഒരുമിച്ച് കൂടി വന്നു. അവരുടെ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ മൂവ് ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ആ ആൾക്കാർ മാനസാന്തരത്തിലേക്ക്, കുഞ്ഞുങ്ങൾ മാനസാന്തരത്തിലേക്ക് വരുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ മധ്യത്തിൽ ഉളവാകുവാൻ ഇടയായി തീർന്നു. ഓഗസ്റ്റ് 13, 1727 ഒരു ബുധനാഴ്ച അവർ ഒരുമിച്ച് സഭായോഗത്തിന് വേണ്ടി കൂടി വന്നു. അന്നൊരു കമ്മ്യൂണിയൻ സർവീസ് കർത്തൃമേശ എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. സിസൻഡോർഫ് എല്ലാവരെയും വിളിച്ചു. അവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ തന്നെ അവിടുത്തെ ആത്മീയ അന്തരീക്ഷം മാറുന്ന പോലുള്ള ഒരു അനുഭവം ഉണ്ടായി. താൻ കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചും അതിൽ യാഗമായ യേശുവിനെ കുറിച്ചും ദൈവസ്നേഹത്തെ കുറിച്ചും ഒക്കെ പറയുവാൻ തുടങ്ങി. ആ കർത്തൃമേശ എടുക്കുന്നതിന്റെ മധ്യത്തിൽ ഒരു വലിയ ആത്മപകർച്ച ഉണ്ടാകുവാൻ തുടങ്ങി. ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ ആ സഭയുടെ മേൽ, ആ കൂടി വന്ന ജനത്തിന്റെ മേൽ വീഴുവാൻ ഇടയായി തീർന്നു. It was as if the Holy Spirit of God dwelt in the midst of a communion service and the entire service came under a visitation of God. ഒരു വലിയ ആത്മസന്ദർശനത്തിന്റെ മധ്യത്തിലേക്ക് ഒരു വിസിറ്റേഷൻ, ദൈവത്തിന്റെ ഒരു സന്ദർശനം, ഒരു വിസിറ്റേഷൻ, ഒരു ഉണർവിന്റെ കാറ്റ് അവിടെ അടിക്കുവാൻ ഇടയായി തീർന്നു. സിൻസെൻഡോർഫിന്റെ വാക്കിൽ ഇങ്ങനെയാ പറയുന്നത്: ഈ പരിശുദ്ധാത്മാവ് അലകളായി, സ്നേഹത്തിന്റെ ആഴമായ ദൈവസ്നേഹത്തിന്റെയും ക്ഷമയുടെയും അലകളായി ജനങ്ങളുടെ മേൽ വരുവാൻ ഇടയായി തീർന്നു. അല്പസമയം ഭൂമിയിലാണോ സ്വർഗത്തിലാണോ എന്നറിയാത്ത രീതിയിൽ ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം ജനങ്ങളെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. സ്വർഗത്തിൽ എടുക്കപ്പെടുന്ന ഒരു അനുഭവം പോലെ ഒരു വലിയ ഉണർവിന്റെ കാറ്റ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ കർത്താവ് നൽകുവാൻ ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ആഴമായി ഈ കൂട്ടത്തിന്റെ മധ്യത്തിൽ കൂടെ പരിവർത്തിക്കുവാൻ തുടങ്ങി. A great working, a deep working of the Holy Spirit of God began to happen in the midst of this people. വലിയ മാനസാന്തരത്തിലേക്കും വലിയ ആത്മസന്തോഷത്തിലേക്കും ദൈവത്തിന്റെ ജനത്തെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വലിയ ഒരു ആത്മീയ ഉണർവ് അവരുടെ മധ്യത്തിൽ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് കൂടി വന്നു, ആത്മപകർച്ച സംഭവിച്ചു, ഒരു ആത്മാവിന്റെ സ്പർശനം ലഭിച്ചു. അതുകൊണ്ട് അത് അവിടെ അവസാനിച്ചില്ല. അവർ വീണ്ടും ഒത്തിരി ദാഹമുള്ളവരായി തീർന്നു. അവർ ഒരുമിച്ച് വീണ്ടും കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവമുഖം അന്വേഷിക്കാൻ, അവരുടെ മധ്യത്തിൽ പകരപ്പെട്ട ആത്മാവിന്റെ ആ അലകളെ വീണ്ടും അതിനെ ഒന്ന് കത്തിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ഒരു ആത്മപ്രേരണ ഉണ്ടായി. അങ്ങനെ ജനം വീണ്ടും കൂടി വരുവാൻ ഇടയായി തീർന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, ഏകദേശം 2 ആഴ്ചകൾ കഴിഞ്ഞ്, ഓഗസ്റ്റ് 27, 1727 24 ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് അവരുടെ തീരുമാനമെടുത്തു. നാം നിരന്തരമായി ഇടവേളകളില്ലാതെ ഓരോ മണിക്കൂർ കൂടി 24 മണിക്കൂറും ഒരു ചെയിൻ പ്രയർ പോലെ പ്രാർത്ഥിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തു. അവർ അങ്ങനെ ഒരു കവനന്റ്, ഒരു ഉടമ്പടി എടുത്തു. 24 മണിക്കൂർ നിരന്തരമായി ഓരോ മണിക്കൂറും മാറി മാറി പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ വരുവാൻ ഇടയായി തീർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 77 ആൾക്കാര് അവരെ തന്നെ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരു കവനന്റിലേക്ക് വന്നു, ഒരു ഉടമ്പടി എടുത്തു. നിരന്തരമായി മുടക്കമില്ലാതെ നോൺ സ്റ്റോപ്പ് ആയുള്ള രീതിയിൽ ഒരു ചെയിൻ പ്രയർ പോലെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇടനിൽക്കുവാൻ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്, അത് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുവാൻ ഇടയായി തീർന്നു. In the book of Leviticus chapter 6 verse 13 it says that the fire should burn continually on the altar, it shall not go out. Fire should continually burn on the altar and it should not go out. യാഗപീഠത്തിന്മേൽ തീ കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടു പോകരുത്. അങ്ങനെ ഒരു ആത്മപ്രേരണ കൊണ്ട് ഈ പ്രിയപ്പെട്ടവർ അവർ ഒരുമിച്ച് കൂടി വന്ന് 24 മണിക്കൂർ, അത് 7 ദിവസങ്ങൾ, 365 ദിവസങ്ങൾ
ഇത് ഒരു വലിയ പ്രാർത്ഥനയുടെ ഒരു ചലനമായി തീർന്നു. ഇറ്റ് became a great prayer movement. നിർത്താതെ തുടർമാനമായി തുടർച്ചയായി ഇടവേളകളില്ലാതെ ഓഗസ്റ്റ് 27, 1727 ആരംഭിച്ച ഈ പ്രയർ മൂവ്മെന്റ് 100 വർഷങ്ങൾ തുടർമാനമായി നടക്കുവാൻ ഇടയായി തീർന്നു. ഈ ജനം ഒരുമിച്ച് കൂടി വരുമ്പോൾ ചിലപ്പോൾ അവര് ഇങ്ങനെ ഓരോ മണിക്കൂർ കൂടി വരും, ചിലപ്പോൾ സഭ ഒരുമിച്ച് കൂടി വരും. പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും അങ്ങനെ ഒരു കൂട്ടം, ഒരു കമ്മ്യൂണിറ്റി ദൈവസന്നിധിയിലേക്ക് ദൈവമുഖം അന്വേഷിച്ച് അവരുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ തീയെ ആളി കത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം ഈ സഭയെ, ഈ കൂട്ടത്തെ നയിക്കുവാൻ ഇടയായി തീർന്നു. അവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ ആഴമായ പ്രാർത്ഥനകളിലേക്ക്, ഇൻടു ഡീപ് ഇന്റർസെഷൻ, അവർ വന്ന് ദൈവസന്നിധിയിൽ അവരെ തന്നെ നെടുമ്പാടെ വീണ് കമന്ന് കിടന്ന് ദൈവസന്നിധിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വളരെ ഡീപ്പായി ആഴമായി പ്രാർത്ഥിക്കുന്ന, ഇന്റർസീഡ് ചെയ്യുന്ന, ആരാധിക്കുന്ന അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുവാൻ ഇടയായിത്തീർന്നു. അവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവർ സ്തോത്രം അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തു. These Moravians would come together, they would turn to pray, there was corporate fasting and prayer, and they went into deep intercession, times of deep intercession, and they began to pray for the lost people, they began to pray for the nations of the world. അവർ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിനെ അറിയാത്ത, യേശുവിനെ അറിയാത്ത, സുവിശേഷം എത്തിയിട്ടില്ലാത്ത ആ സ്ഥലങ്ങൾക്ക് വേണ്ടി ആത്മഭാരത്തോടെ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ ഒരു ഉത്തരമായി ഏകദേശം 5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവസഭയിൽ അങ്ങനെ വലിയ ഒരു ചലനം, മിഷണറികളായി പോകുവാൻ ഉള്ള ഒരു ആത്മപ്രേരണ ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ അവരുടെ മധ്യത്തിൽ നിന്ന് യൗവനക്കാർ, പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ അവിടെ തന്നെ ഏൽപ്പിച്ചു സമർപ്പിച്ച് അവർ മിഷണറികളായി പല സ്ഥലങ്ങളിലേക്ക്, സുവിശേഷം എത്തിയിട്ടില്ലാത്ത കഠിനമായി കിടക്കുന്ന ദൂരെ സ്ഥലങ്ങളിലേക്ക് അവർ കർത്താവിന്റെ വചനവും സുവിശേഷവും കൊണ്ട് പോകുന്ന ഒരു കാര്യം അവരുടെ മധ്യത്തിൽ നിന്ന് ഉളവാകുവാൻ ഇടയായിത്തീർന്നു. ഏകദേശം 200-225ഓളം മിഷണറികളെ അവരുടെ മധ്യത്തിൽ നിന്ന് രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് ഒരു ലോക വ്യാപകമായ ഒരു മിഷണറി മൂവ്മെന്റിന്റെ ആരംഭമായി ഈ സഭയിൽ നിന്ന് കർത്താവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അവർ റഷ്യയിലേക്ക്, ചൈനയിലേക്ക്, ഇന്ത്യയിലേക്ക്, ശ്രീലങ്ക, സൗത്ത് ആഫ്രിക്ക, അയർലൻഡ്, കാനഡ, US പല സ്ഥലങ്ങളിലേക്ക്, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് സ്തോത്രം യൗവനക്കാരും യൗവനക്കാരത്തികളും യുവാക്കന്മാരും യുവതികളും കർത്താവിന് അവരുടെ ജീവിതങ്ങൾ സമർപ്പിച്ച് സുവിശേഷവുമായി 300 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ലോകവ്യാപകമായ ഒരു മിഷണറി മൂവ്മെന്റിന്റെ ആരംഭമായി തീർന്നു. ഒരു ചെറിയ സഭയിൽ 200-300 ആൾക്കാർ കൂടി വരുന്ന ഈ ആത്മപകർച്ച ലഭിച്ച, അനുഭവിച്ച ഈ സഭ ഒരു ലോകവ്യാപകമായ ഒരു മിഷണറി മൂവ്മെന്റിന്റെ ഒരു ബേസ് ആയി തീർന്നു. വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ ഐലൻഡ്സിൽ നിന്ന് അടിമയായ ഒരു വ്യക്തി അവരുടെ കൂട്ടത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ആ അടിമ പറയുവാൻ ഇടയായി തീർന്നു. 2000-3000 ആൾക്കാര് വെസ്റ്റ് ഇൻഡീസിന്റെ ഈ കരീബിയൻ ഐലൻഡിൽ വെള്ളക്കാരുടെ അടിമകളായി, അവിടെ അടിമകളായി വളരെ കഠിന സാഹചര്യത്തിൽ അവരായിരിക്കുന്നു. അവിടെയുള്ള ആൾക്കാർ സുവിശേഷം അറിഞ്ഞിട്ടില്ല എന്നൊരു വാർത്ത കിട്ടിയപ്പോൾ അതിന്റെ മധ്യത്തിൽ ചില യൗവനക്കാർ അവിടെ തന്നെ സമർപ്പിച്ചു. അവിടെ പോയി ആ തോട്ടങ്ങളിൽ, ആ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു അടിമയായാൽ മാത്രമേ അവർക്ക് അവിടെ പോകുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കൂട്ടം ആൾക്കാരിൽ നിന്ന് ചില യൗവനക്കാർ അവരെ തന്നെ സുവിശേഷം വെസ്റ്റ് ഇൻഡീസിൽ എത്തുവാൻ, ഈ തോട്ടങ്ങളിൽ എത്തുവാൻ അവരെ തന്നെ സ്ലേവ്സ് ആയി, അവരെ തന്നെ അടിമകളായി വിറ്റുകളഞ്ഞ് അങ്ങനെ അവരെ തന്നെ സുവിശേഷം കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ദൈവ പ്രവൃത്തിയിലേക്ക് ഇടയായി തീർന്നു. ഏകദേശം 29 ആൾക്കാർ, യൗവനക്കാർ ആ സ്ഥലത്തേക്ക് സെന്റ് തോമസ് ഐലൻഡിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. അതിൽ നിന്ന് 22 ആൾക്കാർ കഠിനമായ സാഹചര്യങ്ങൾ, മലേറിയയും വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളും കഠിനമായി ഒരു അടിമയെ ട്രീറ്റ് ചെയ്യുന്ന, വളരെ മോശമായി ക്രൂരമായി ട്രീറ്റ് ചെയ്യുന്ന ആ അടിമകൾ ആയിരിക്കുന്ന ആ വേദനകൾ സഹിച്ച് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് സുവിശേഷം അറിയിക്കുന്ന അങ്ങനെ കഠിനമായ തീരുമാനങ്ങളിലേക്ക് ദൈവം ഈ കൂട്ടരെ നയിക്കുവാൻ ഇടയായി തീർന്നു. 29 പേരിൽ നിന്ന് 22 ആൾക്കാർ അവിടെ തന്നെ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഉള്ളവർ സുവിശേഷം പ്രസംഗിച്ചു. വലിയ ദൈവപ്രവർത്തികൾ അവിടെയും വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അതെ, ദൈവം 100 വർഷങ്ങൾ നിലനിന്ന ഈ പ്രാർത്ഥന മൂവ്മെന്റിൽ കൂടെ, ഈ പ്രയർ മൂവ്മെന്റിൽ കൂടെ ലോകം എമ്പാടും ഏകദേശം 225ഓളം വ്യക്തികൾ പല ദേശത്തിന്റെ, ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. അനേക സ്ഥലങ്ങളിൽ പോകും. ആ സ്ഥലങ്ങളിലൊക്കെയും അവർ സഭകൾ സ്ഥാപിക്കും. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വിസിറ്റ് ചെയ്ത് സഭകളെ പണിഞ്ഞെടുക്കുവാൻ കർത്താവ് ഉപയോഗിച്ച ഒരു ദൈവമനുഷ്യനാണ് സിൻസെൻഡോർഫ്. സിൻസെൻഡോർഫിന്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഐ ഹാവ് ഓൺലി വൺ പാഷൻ. എന്റെ ഉള്ളിൽ ഒരു പാഷൻ മാത്രമേ ഉള്ളൂ, ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. യേശുവാണ് എന്റെ പാഷൻ. ഈ ഫീൽഡ്, ലോകമാണ് എന്റെ ഫീൽഡ്, ആൻഡ് ദ ഫീൽഡ് ഈസ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഫേമസ്
കോട്ട്. അതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എവിടെയാണ് ദൈവം എന്നെ ആക്കുന്നത്, അതാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ദേശം എന്ന് പറയുന്ന സിൻസെൻഡോർഫിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട്. ഈ മിഷണറി മൂവ്മെന്റിന്റെ മധ്യത്തിൽ ചിലപ്പോൾ അവർ സ്ഥലത്തിൽ നിന്ന് അവരുടെ ഹേൺഹെഡ് ജർമ്മനിയിൽ നിന്ന് അവർ യാത്ര തിരിക്കുമ്പോൾ 300 വർഷങ്ങൾക്ക് മുമ്പേ ആണ് ഈ ചലനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മിഷണറികളായി പോയി കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് വരുവാൻ വീണ്ടും അപ്പനെ അമ്മയോ ബന്ധുക്കളെയോ സഭാമക്കളെ കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ പോകുമ്പോൾ അവർ ഏറ്റുപറയുന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ട്, മേ ദ സ്ലെയിൻ ലാംബ് ഓഫ് ഗോഡ് റിസീവ് ദ ഫുൾ റിവാർഡ് ഓഫ് ഹിസ് സഫറിംഗ്. അറുക്കപ്പെട്ട കുഞ്ഞാട് തന്റെ യാഗത്തിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കേണ്ടതിന് നമുക്ക് പോകാം എന്നുള്ള ഒരു വാക്കായിരുന്നു, ഒരു മോട്ടോ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. That was the missionary declaration. May the slain lamb of God receive the full reward of his suffering. ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഈ ആത്മപകർച്ച മൊറേവിയൻ കൂട്ടരെ, വിശ്വാസികളെ അസാധാരണ മനുഷ്യരാക്കി തീർത്തു. ആത്മപകർച്ചയുടെ ആഴം അവരുടെ മധ്യത്തിൽ വെളിപ്പെട്ടപ്പോൾ അവരുടെ സ്വയ കേന്ദ്രിതമായ ജീവിതത്തിൽ നിന്ന്, സ്വയ താല്പര്യങ്ങളിൽ നിന്ന് അവർ ദൈവരാജ്യത്തിന്റെ ആ ഹൃദയത്താൽ പിടിക്കപ്പെടുന്ന ഒരു കൂട്ടർ മൊറേവിയൻ വിശ്വാസികൾ. അവർ ശക്തരായി, അവരുടെ വിശ്വാസം വളരെ പ്രകടമായി, and they had great impact on the people. വലിയ ഒരു ഇമ്പാക്ട് ആണ് അവരിൽ കൂടെ ദൈവം ചെയ്തെടുക്കാൻ ഇടയായി തീർന്നത്. ജോൺ വെസ്ലി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ജോർജിയയിൽ നിന്ന് അമേരിക്കയിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതിന്റെ മധ്യത്തിൽ ആ കപ്പൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ വന്നു. അത് കപ്പൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ എല്ലാവരും പേടിച്ച് ഭയപ്പെട്ടപ്പോൾ അവിടെ ആ കപ്പലിൽ ചില മൊറേവിയൻ വിശ്വാസികൾ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഭയപ്പെടുന്നു, അവര് ഭയവ്യാകുലരാകുന്നു, അവർ വിഷമിച്ചു പോകുന്നു. പക്ഷേ അതിന്റെ മധ്യത്തിൽ മൊറേവിയൻ മിഷണറീസ് അവർ കരങ്ങളെ ഉയർത്തി, അവർ ദൈവത്തെ ആരാധിച്ച്, അവർ ദൈവത്തിൽ ബലപ്പെടുന്നു കണ്ടപ്പോൾ ജോൺ വെസ്ലി അവരുടെ അടുത്ത് വന്ന്, നിങ്ങൾക്ക് ഭയമില്ലേ? എന്താണ് നിങ്ങൾ ബാക്കി എല്ലാവരും ഇങ്ങനെ വിഷമിക്കുമ്പോൾ, അവർ ഭയപ്പെടുമ്പോൾ നിങ്ങൾ ഇത്രയും കർത്താവിൽ സന്തോഷിക്കുവാൻ നിങ്ങളുടെ ധൈര്യം എങ്ങനെയാണ്? അപ്പോൾ അവർ പറയുവാൻ ഇടയായിത്തീർന്നു, ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ കർത്താവിലാണ്, യേശുവിലാണ്. യൗവനക്കാര, നിനക്ക് യേശുവിനെ അറിയാമോ എന്നൊരു ചോദ്യം ചോദിക്കുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്ത് ജോൺ വെസ്ലി ഒരു മിഷണറിയാണ്, പക്ഷേ വാസ്തവമായിട്ടുള്ള ഒരു രക്ഷയിലേക്ക് വീണ്ടും ജനനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ മൊറേവിയൻ മിഷണറീസിന്റെ ഈ തീവ്രമായ വിശ്വാസം, അവരുടെ ഈ അസാധാരണമായ ദൈവഭക്തി ജോൺ വെസ്ലിയെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീർന്നു. ഏകദേശം 3 വർഷക്കാലം മൊറേവിയൻസിന്റെ കൂടെ ജോൺ വെസ്ലിയും ഒരുമിച്ച് ആയിരിക്കാൻ ഇടയായിത്തീർന്നു. അതിന്റെ മധ്യത്തിലാണ് ഇംഗ്ലണ്ടിൽ വെളിപ്പെട്ട ലോക വ്യാപകമായ വെസ്ലിയിൽ കൂടെ ദൈവം ചെയ്ത ഒരു ഉണർവ് ഇംഗ്ലണ്ടിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു, which is called as the Wesley's revival. വെസ്ലിയൻ റിവൈവൽ എന്ന് പറയുന്ന മെത്തോഡിസത്തെ കൊണ്ടുവരുവാൻ ഇടയാക്കി തീർന്ന ജോൺ വെസ്ലിയുടെ ജീവിതത്തെയും ദൈവം മൊറേവിയൻ വിശ്വാസികൾ കൂടെ ഇമ്പാക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. മൊറേവിയൽ വെളിപ്പെട്ട ആ ഉണർവ്, അടുത്തൊരു ഉണർവ് ജോൺ വെസ്ലിയിൽ കൂടെ വെസ്ലിയൻ ഉണർവിന് അത് കാരണമായി തീർന്നു. ഒരു ഉണർവ് മറ്റൊരു ഉണർവിനെ ഉളവാക്കുവാൻ ഇടയായി തീർന്നു. One revival that happened in Moravia impacted John Wesley, whom God used to birth the great revival in England. ജോൺ വെസ്ലിയെ മാത്രമല്ല, വില്യം കാരി, ഇംഗ്ലണ്ടിൽ നിന്ന് ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററായി ഭാരതത്തിലേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് വന്ന വില്യം കാരി, ദ ഫാദർ ഓഫ് മോഡേൺ മിഷൻസ്, ആധുനിക മിഷൻസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വില്യം കാരിയും മൊറേവിയൻ മിഷണറീസിന്റെ ഈ അസാധാരണമായ വിശ്വാസവും ലോകവ്യാപകമായ അവരുടെ മിഷണറി ഔട്ട്റീച്ചിന്റെ ഈ ഒരു സ്വാധീനത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വില്യം കാരി. ഇന്ന് നാം കാണുന്ന 24/7 24/7 ഇന്റർനാഷണൽ ഹൗസസ് ഓഫ് പ്രയർ പല സ്ഥലങ്ങളിലും നിർത്താതെ ദാവീദിന്റെ കൂടാരത്തിൽ ഉള്ളതുപോലെ നിരന്തരമായ പ്രാർത്ഥനകളും ആരാധനകളും നടക്കുന്ന അങ്ങനെ ഉള്ള ഈ ഹൗസ് ഓഫ് പ്രയർ മൂവ്മെന്റ്, ഡേവിഡ് ടാബർനാക്കിളിന്റെ മൂവ്മെന്റിന്റെ പയനീഴ്സായി ദൈവം മൊറേവിയൻ മിഷണറീസ് 100 വർഷങ്ങൾ തുടർമാനമായി ഇടവേളകളില്ലാതെ നോൺ സ്റ്റോപ്പായി ദൈവം ഈ കൂട്ടരെ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയുടെ ബേസിൽ, പ്രാർത്ഥനയുടെ പ്ലാറ്റ്ഫോമിൽ ലോകവ്യാപകമായ ദൈവ പ്രവർത്തിക്കും ചർച്ച് പ്ലാന്റിങ്ങിനും മിഷണറി മൂവ്മെന്റിനും കർത്താവ് ഈ കൂട്ടരെ ഇടയായിത്തീർന്നു. ഇന്ന് വീണ്ടും ഭൂമിയിൽ, ഭാരതത്തിൽ, രാജ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. വീണ്ടും ദാവീദിന്റെ കൂടാരങ്ങൾ പൊങ്ങി വരുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് ശക്തിയോടെ രാജ്യങ്ങളിൽ മൂവ് ചെയ്യുന്നു. ഇത് ഉണർവിന്റെ കാലങ്ങളായതുകൊണ്ട് ഹേൺഹെഡ് ജർമ്മനിയിൽ നടന്ന ദൈവ പ്രവർത്തികൾ, ഈ ഉണർവ് നമ്മെ വീണ്ടും ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ, വീണ്ടും നമ്മളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മപകർച്ചയുടെ സമയത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവരാജ്യത്തിന്റെ മുന്നേറ്റത്തിനും വ്യാപ്തിക്കും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി നമുക്ക് തീരാം. We can become instruments in the hands of God, because once again the Holy Spirit of God is moving in power. The winds of God are blowing and the rivers of the Holy Spirit of God are blowing, and therefore
Therefore, may we surrender and may we give ourselves to the movings and the workings of the Holy Spirit of God in this generation to accomplish great things for God. ദൈവത്തിന് വേണ്ടി വലിയ ചെയ്തെടുക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം.